വെൽക്കം ടു എണസ്റ്റ് അക്കാഡമി. എണസ്റ്റ് അക്കാഡമി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗവേർണേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗവേർണേഴ്സ് ആൻഡ് ഫ്ലൈ വീൽ. സോ ഫ്ലൈ വീൽ എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. ഫ്ലൈ വീൽ ചെറിയൊരു പോർഷനാണ്, അതിനകത്ത് 1-2 ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. സോ എന്തൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ഒരു ഐഡിയ, ഗവർണേഴ്സിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ദെൻ ടൈപ്സ് ഓഫ് ഗവർണർ, ദെൻ സെൻസിറ്റിവിറ്റി ആൻഡ് ഹണ്ടിങ് ഓഫ് ഗവർണർ, അതുകൂടാതെ പിന്നെ എഫർട്ട്, പവർ എന്നൊക്കെ പറയുന്നുള്ള കുറച്ച് ടേംസും അതൊക്കെ ഉണ്ട്. ദെൻ ഫ്ലൈ വീൽസിനെ പറ്റി പഠിക്കാനുള്ളത്, അതിന്റെ ഇൻട്രൊഡക്ഷൻ, എന്തിനാണ് ഫ്ലൈ വീൽ യൂസ് ചെയ്യുന്നത്, ദെൻ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, അങ്ങനെ കുറച്ച് റിലേറ്റഡ് ടേംസും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിഗ്രി ലെവലിലൊക്കെ ഈ ഗവർണേഴ്സ് ആൻഡ് ഫ്ലൈ വീലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ സാധാരണ കാണാറുണ്ട്. ഇപ്പം ഇന്നലെ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് നടന്ന ഒരു എക്സാം, അത് എംടെക് ആയിരുന്നു ക്വാളിഫിക്കേഷൻ, പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ പ്രൊഡക്ഷന്റെ, അതിന്റെ ഒരു എക്സാമിനകത്തും ഗവർണറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലൈ വീലിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു, ഗവർണറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പ്രഷർ ആംഗിളിന്റെ. ഇതിനകത്ത് ആരൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പ്രഷർ ആംഗിളിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് എന്താണ് പ്രഷർ ആംഗിൾ എന്നുള്ള ഡെഫിനേഷൻ നിന്നിട്ട് ആൻസർ പ്രഷർ ആംഗിൾ എന്നുള്ളത്. സോ എന്താണ് ഗവർണർ എന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. എന്താണ് ഗവർണറിന്റെ ഫംഗ്ഷൻ? നമ്മൾ കേട്ടിട്ടുണ്ട് സ്പീഡ് ഗവർണർ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ ഒരു സമയത്ത് കത്തി ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഈ ഗവർണർ എന്ന് പറയുന്ന സാധനം, അല്ലേ? സോ എന്താണ് ഗവർണർ? ഫംഗ്ഷൻ ഓഫ് എ ഗവർണർ is to maintain the speed of an engine within a specified limit whenever there is a load fluctuation. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട 2 ടേംസ് ആണ് ഞാൻ ആ റെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻറ്റെയിൻ ദ സ്പീഡ് ഓഫ് ആൻ എഞ്ചിൻ വിത്തിൻ ദ സ്പെസിഫൈഡ് ലിമിറ്റ്സ്. എഞ്ചിന്റെ സ്പീഡ് ഒരു പർട്ടിക്കുലർ ലിമിറ്റിനകത്ത് തന്നെ സെറ്റ് ചെയ്തേക്കാം. ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. എപ്പോഴാണ് ഇത് കൂടുകയും കുറയുകയും ചെയ്യുന്നത്? ശരിക്കും ലോഡ് ഫ്ലക്ച്വേഷൻസ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കൂടുകയും കുറയുകയും ചെയ്യുന്നത്, അല്ലെ? സോ ലോഡ് ഒരുപാട് കൂടുതലാണെങ്കിൽ എഞ്ചിൻ സ്പീഡ് കുറയും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എഞ്ചിന്റെ സ്പീഡ് ഒരു ലിമിറ്റിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി എഞ്ചിൻ സ്പീഡ് കൂട്ടണം. എങ്ങനെയാണ് എഞ്ചിൻ സ്പീഡ് കൂട്ടുന്നത്? ഫ്യൂവൽ കൂടുതൽ കൊടുക്കണം. ഫ്യൂവൽ കൂടുതൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എഞ്ചിന്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടും. ഫ്യൂവൽ കൂടുതൽ വരണമെങ്കിൽ ഒരു വാൽവിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഏത് വാൽവാണ്? ത്രോട്ടിൽ വാൽവ് എന്ന് പറയുന്ന വാൽവിനെ കൺട്രോൾ ചെയ്യണം. ത്രോട്ടിൽ വാൽവിലൂടെയാണ് എത്രത്തോളം എമൗണ്ട് ഫ്യൂവൽ അകത്തേക്ക് എഞ്ചിനിലേക്ക് പോകണം എന്നുള്ള കൺട്രോൾ ചെയ്യുന്ന വാൽവാണ് ത്രോട്ടിൽ വാൽവ്. സോ ഈ ത്രോട്ടിൽ വാൽവ് ഏതുമായിട്ട് കണക്റ്റഡ് ആണ്? ഗവർണറുമായിട്ട് കണക്റ്റഡ് ആണ്. സോ എഞ്ചിന്റെ സ്പീഡ് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് താഴെ പോവുകയാണെങ്കിൽ നമ്മുടെ ഗവർണർ ആക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യും? ത്രോട്ടിൽ വാൽവ് കൂടുതൽ ഓപ്പൺ ആവും. കൂടുതൽ ഓപ്പൺ ആകുമ്പോഴത്തെ ഫ്യൂവൽ കൂടുതൽ അകത്തേക്ക് വരും. സോ എഞ്ചിന്റെ സ്പീഡ് കൂടും. സോ നമ്മുടെ ലിമിറ്റിനകത്തേക്ക് വരും. ഇനി സ്പീഡ് ഒരുപാട് അങ്ങ് കൂടിയാലോ? ലോഡ് ഒരുപാട് കുറഞ്ഞു. ലോഡ് തീരെ കുറയുമ്പോഴത്തേക്ക് സ്പീഡ് ഒരുപാട് കൂടുന്നു. സ്പീഡ് പാർട്ടിക്കുലർ ലിമിറ്റിനേക്കാൾ കൂടും. നമുക്ക് വേണ്ട ലിമിറ്റിനേക്കാൾ കൂടുമ്പോഴത്തേക്ക് ഗവർണർ ആക്റ്റീവ് ആവും. നമ്മുടെ ത്രോട്ടിൽ വാൽവിനെ ക്ലോസ് ചെയ്യും. കുറച്ച് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്യൂവൽ അകത്തേക്ക് വരുന്നതിനെ കൺട്രോൾ ചെയ്യും, കുറയ്ക്കും. സോ സ്പീഡ് കുറയും. സോ ഇങ്ങനെ ഒരു ലിമിറ്റിനകത്ത് എഞ്ചിൻ സ്പീഡിനെ നിർത്തുക എന്നുള്ളതാണ് എന്തിന്റെ ഫംഗ്ഷൻ? ഗവർണറിന്റെ ഫംഗ്ഷൻ. സോ ലോഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോഴുള്ള എഞ്ചിൻ സ്പീഡിന്റെ ആണ് നമ്മൾ ചെയ്യുന്നത്. ലോഡ് ഫ്ലക്ച്വേഷൻ അല്ലാതെ ഒരു എഞ്ചിൻ സ്പീഡ് വേരിയേഷൻ വരുന്നുണ്ട്. എവിടാണെന്നറിയോ? നമുക്ക് 4 സ്ട്രോക്ക് എഞ്ചിൻ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ ഓരോ സ്ട്രോക്കിലും ശരിക്കും എഞ്ചിന്റെ സ്പീഡ് വേരിയേഷൻ വരുന്നുണ്ട്. കാരണം അവിടെ സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, എക്സോ സ്ട്രോക്ക്, അങ്ങനെ 4 സ്ട്രോക്കിൽ ഒരൊറ്റ സ്ട്രോക്കിൽ മാത്രമേ നമുക്ക് എനർജി കിട്ടുന്നുള്ളൂ. ഏത് സ്ട്രോക്കിലാണ് എനർജി കിട്ടുന്നത്? ഈ 4 സ്ട്രോക്കില് പവർ സ്ട്രോക്കിൽ മാത്രമേ എനർജി കിട്ടുന്നുള്ളൂ. പക്ഷെ പവർ സ്ട്രോക്കിൽ മാത്രം എഞ്ചിൻ റൺ ചെയ്താൽ മതിയോ? പറ്റത്തില്ല. ഏത് സ്ട്രോക്ക് ആണെങ്കിലും ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ അത് റൺ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെ? സോ അങ്ങനെ പവർ സ്ട്രോക്കിൽ കിട്ടുന്ന എനർജിയെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ബാക്കി 3 സ്ട്രോക്കിലും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലേ എന്ത് പറ്റത്തുള്ളൂ? ഇതൊരു കോൺസ്റ്റന്റ് സ്പീഡിൽ റൺ ചെയ്യത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പവർ സ്ട്രോക്കിൽ മാത്രം കറങ്ങും, ബാക്കിയുള്ളതിലൊന്നും കറങ്ങത്തില്ല എന്നുള്ളൊരു അവസ്ഥയായി പോകും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ആ എനർജി ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന സാധനം എന്തായിരുന്നു? ഫ്ലൈ വീല്. അതിന് യൂസ് ചെയ്യുന്നത് എന്താണ്? ഫ്ലൈ വീല്. സോ എഞ്ചിന്റെ സൈക്കിളിനകത്ത് വരുന്ന ഫ്ലക്ച്വേഷനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നതാണ് ഫ്ലൈ വീല്. ലോഡ് ഫ്ലക്ച്വേഷൻ കാരണം ഉണ്ടാകുന്ന സ്പീഡ് വേരിയേഷനെ നമ്മൾ ഒരു ലിമിറ്റിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് നിർത്തുന്നതിനുള്ളതാണ് എന്ത്? ഗവർണർ എന്ന് പറയുന്നത്. സോ ഫംഗ്ഷൻ ഓഫ് ഗവർണർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാണ്? ത്രോട്ടിൽ വാൽവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഗവർണറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗവർണറിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ 2 സൈഡിലും കാണുന്ന ബോൾസ് ആണ്. നമ്മൾ ബോൾസ് എന്നോ അല്ലെങ്കിൽ സിംപ്ലി മാസ് എന്നോ ഒക്കെ പറയും. സോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നുള്ള അടുത്തൊരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താണ് ഇതിൽ സംഭവിക്കുന്നുള്ളത്. സോ ടൈപ്സ് ഓഫ് ഗവർണർ പറഞ്ഞിട്ടുള്ളത്. ടൈപ്സ് ഓഫ് ഗവർണർ 2 രീതിയിലുള്ള ഗവർണേഴ്സ് ആണുള്ളത്. ഒന്ന് സെൻട്രിഫ്യൂഗൽ ഗവർണറും ഒന്ന് ഇനേർഷ്യ ഗവർണറും. നമുക്ക് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് പഠിക്കേണ്ട സെൻട്രിഫ്യൂഗൽ ഗവർണറേ ഉള്ളൂ. ഇനേർഷ്യ ഗവർണറിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും വേണ്ട. അതിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രിഫ്യൂഗൽ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഗവർണറിന്റെ ആക്ഷൻ, സോ സ്പീഡ് കൂടുമ്പോൾ കൺട്രോൾ ചെയ്യുക, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്
ചേഞ്ച് ഓഫ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സ്പീഡ് കൂടുന്നു, സ്പീഡ് കുറയുന്നു. ഓക്കെ, സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗവർണറിന്റെ ആക്ഷൻ. പക്ഷേ ഇനേർഷ്യ ഗവർണറിൽ സ്പീഡിന്റെ വ്യത്യാസമല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡാണ്. അതായത് ആക്സിലറേഷനും ഡീസലറേഷനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇനേർഷ്യ ഗവർണർ വർക്ക് ചെയ്യുന്നത്. ആ പോയിന്റ് ഒന്ന് ഓർത്തിരുന്നോണം. സെൻട്രിഫ്യൂഗൽ ഗവർണറിൽ ചേഞ്ച് ഓഫ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഗവർണർ വർക്ക് ചെയ്യുന്നത്. ഇനേർഷ്യ ഗവർണറിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, so centrifugal governor throttle valve is controlled by the sleeve which moves based on the centrifugal force developed on the governor bar. ഗവർണർ ബാളിൽ ഡെവലപ്പ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ ത്രോട്ടിൽ വാൽവ് കൺട്രോൾ ചെയ്യുന്നത്. ത്രോട്ടിൽ വാൽവിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് കണക്ട് ചെയ്തിരിക്കുന്ന ഗവർണറിലെ സ്ലീവ് എന്ന് പറയുന്ന ഒരു പോർഷനിലേക്കാണ്. അത് ഈ ഗവർണറിന്റെ ഈ ഫിഗർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗവർണറാണ്, വാട്ട് ഗവർണർ എന്ന് പറയും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എഞ്ചിനിൽ വരുന്ന ഷാഫ്റ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എഞ്ചിനിൽ നിന്ന് വരുന്ന ഷാഫ്റ്റ് നമ്മളൊരു ബിവൽ ഗിയർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗവർണറിന്റെ സെൻട്രൽ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗവർണറിന്റെ സെൻട്രൽ ഷാഫ്റ്റ് മേലിലേക്ക് ഇവിടെ വന്നിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഇവിടുന്ന് പിവറ്റ് ചെയ്തിട്ട് 2 മാസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ 2 ബോൾ കൊടുത്തിട്ടുണ്ട്. ഈ ബോളിന് മാസ് ഉണ്ട്, എം മാസ് ആണെന്ന്, സ്മോൾ എം മാസ് ആണെന്ന് വിചാരിച്ചു. ദെൻ അതിന്റെ ലെഗ്, താഴേക്കുള്ള ലോവർ ലെഗ് എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ലീവിലേക്കാണ്. ഈ സാധനമാണ് സ്ലീവ് എന്ന് പറയുന്നത്. ഈ സ്ലീവ് നമ്മുടെ ഷാഫ്റ്റിനകത്തൂടെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുക. അതായത് സ്ലീവ് ഫിക്സ്ഡ് അല്ല, സ്ലീവിന് എന്ത് ചെയ്യാം, മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാൻ പറ്റും. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, അതായത് ഷാഫ്റ്റിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുമല്ല. ഇനി നമുക്ക് നോക്കാം, എഞ്ചിൻ റൺ ചെയ്യാണ്. ഓക്കെ, എഞ്ചിൻ റൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഷാഫ്റ്റ്, ഗവർണറിന്റെ ഷാഫ്റ്റ് എന്ത് ചെയ്യും, റൺ ചെയ്യും. കാരണം അത് തമ്മിൽ ബിവൽ ഗിയർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എഞ്ചിന്റെ സ്പീഡ് വളരെ കൂടുന്നു. ഓക്കെ, ഇമാജിൻ ദാറ്റ് എഞ്ചിന്റെ സ്പീഡ് ഇങ്ങനെ കൂടുവാണ്. എഞ്ചിന്റെ സ്പീഡ് കൂടി നമ്മുടെ ലിമിറ്റിന്റെ പുറത്തേക്ക് പോവുകയാണെന്ന് വെച്ചു. എഞ്ചിൻ സ്പീഡ് കൂടുമ്പോഴത്തേക്ക് ഈ ബോളിന് എന്താ സംഭവിക്കുക, ഇതിവിടെ പിവറ്റ് ചെയ്തേക്കാണ്, ഫിക്സ് ചെയ്ത് വെച്ചേക്കല്ല, ബോൾ പിവറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബോളിനകത്ത് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അല്ലെ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുറത്തേക്ക് ആക്ട് ചെയ്യും. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇത് R ആണെങ്കിൽ ഇതിന്റെ മാസ് M ആണ്. അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ പുറത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര ആയിരിക്കും ആ ഫോഴ്സ് പുറത്തേക്ക് ആക്ട് ചെയ്യുന്നത്? ഓർക്കുന്നുണ്ടോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഇക്വേഷൻ? അതെ, MR ഒമേഗ സ്ക്വയർ. ഓക്കെ, സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് MR ഒമേഗ സ്ക്വയർ പുറത്തേക്ക് ആക്ട് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഫോഴ്സ് നമുക്കറിയാം. ഒരു സാധനം ഇങ്ങനെ പിടിച്ചിട്ട് ചുറ്റുമ്പോഴത്തേക്ക്, ഒരു കല്ല് വല്ലതും ചരടി കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുമ്പോൾ പുറത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് പുറത്തേക്ക് ആക്ട് ചെയ്യുകയാണ്. ഇവിടെ പുറത്തേക്ക് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ ഫോഴ്സ് കാരണം നമ്മുടെ സ്ലീവ് എന്ത് ചെയ്യും, മുകളിലേക്ക് റൈസ് ചെയ്യും. അല്ലെ, സ്ലീവ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുമല്ല, അതുകൊണ്ട് എന്ത് ചെയ്യും, സ്ലീവ് മുകളിലേക്ക് റൈസ് ചെയ്യും. സോ ഈ ആം ഇവിടുന്ന് മാറിയിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആവും, സ്ലീവ് പൊസിഷൻ ഇങ്ങോട്ട് മാറും. സോ അത് കാരണം ഈ സ്ലീവ് നമ്മൾ എന്തുമായിട്ട് കൺട്രോൾ ചെയ്ത് കണക്റ്റഡ് ആണെന്ന് നോക്കി. ഇവിടെ സ്ലീവ് ഒരു ക്രാങ്ക് ലീവർ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ത്രോട്ടിൽ വാൽവിലോട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ത്രോട്ടിൽ വാൽവ്. സോ സ്പീഡ് കൂടിയിട്ട് ഈ സ്ലീവ് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ത്രോട്ടിൽ വാൽവിന്റെ കൺട്രോളിങ് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ വാൽവ് ക്ലോസ് ആകുന്ന രീതിയിലാണ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ലീവ് മുകളിലേക്ക് പോകുന്തോറും ഇത് ക്ലോസ് ആവും. ഓക്കെ, സോ ക്ലോസ് ആകുമ്പോൾ എന്ത് പറ്റും, വാൽവ് ക്ലോസ് ആകുമ്പോഴത്തേക്ക് ഫ്യൂവൽ ഇവിടുന്ന് വരുന്നുണ്ട്, എഞ്ചിനിലേക്ക് ഫ്യൂവൽ വരുന്നുണ്ട്. ഫ്യൂവൽ വരുന്നതിന്റെ അളവ് കുറയും. ഫ്യൂവൽ വരുന്നതിന്റെ അളവ് കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും, എഞ്ചിന്റെ സ്പീഡ് കുറയും. ഇനി നോക്കി, എഞ്ചിന്റെ സ്പീഡ് ഒരു ലിമിറ്റിലും താഴെ വരുന്നു. സ്പീഡ് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോളിന് എന്ത് പറ്റും, ഇവിടെ ആക്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറഞ്ഞു വരും. സോ അതിനനുസരിച്ച് നമ്മുടെ സ്ലീവ് താഴോട്ട് വരും. സ്ലീവ് താഴോട്ട് വരുന്നതിനനുസരിച്ചിട്ട് ത്രോട്ടിൽ വാൽവ് ഓപ്പൺ ആയി തുടങ്ങും. ത്രോട്ടിൽ വാൽവ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഫ്യൂവൽ കൂടുതൽ വരും. സോ ഫ്യൂവൽ കൂടുതൽ വരുമ്പോൾ എഞ്ചിന്റെ സ്പീഡ് കൂടും. സോ ഇതെന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ലിമിറ്റിനകത്ത് തന്നെ നിൽക്കും. സ്പീഡ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ കുറയാനുള്ള മെക്കാനിസം ഉണ്ട്, സ്പീഡ് ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ കൂടാനുള്ള മെക്കാനിസം ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു സെൻട്രിഫ്യൂഗൽ ഗവർണറിൽ ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ഗവർണറിൽ വർക്ക് ചെയ്യുന്നത്. ഈ വർക്കിംഗ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനേർഷ്യ ഗവർണറിന്റെ വർക്കിംഗ് കാര്യങ്ങളിലോട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. പക്ഷെ അറിഞ്ഞിരിക്കണം, അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇനേർഷ്യ ഗവർണർ വർക്ക് ചെയ്യുന്നത്. അതായത് ആക്സിലറേഷനും, നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ കൂടെ എന്ത് ചെയ്യും, ആക്സിലറേഷനും ഡീസിലറേഷനും, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡീസിലറേഷനും കൂടെ എഫക്ട് ചെയ്യും. ഓക്കെ, പ്ലസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്ലസ് ആക്സിലറേഷൻ ഡീസിലറേഷൻ വരുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്, ഇനേർഷ്യ ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഓരോ ഗവർണറായിട്ട് പഠിക്കാം. ടൈപ്പ് ഓഫ് ഗവർണർ പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടേംസ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമത് ഹൈറ്റ് ഓഫ് ഗവർണർ എന്ന് പറയുന്ന ടീം. ഹൈറ്റ് ഓഫ് ഗവർണർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണോ നോക്കിയേ. നമ്മൾ പിവറ്റ് ചെയ്തേക്കുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ ബോൾ പിവറ്റ് ചെയ്തേക്കുന്ന മുകളിലെ പോയിന്റ്,
ആ പോയിന്റ് മുതൽ നമ്മുടെ ബോൾ മാസിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനാണെന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഗവർണർ എന്ന് പറയുന്നത്. ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് പിവറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിന്നും മാസിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനാണ് ഹൈറ്റ് ഓഫ് ഗവർണർ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഹൈറ്റ് ഓഫ് ഗവർണർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ അല്ല. സ്പീഡ് വേരി ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഹൈറ്റ് ഓഫ് ഗവർണർ മാറും അല്ലെ. സ്പീഡ് കൂടുമ്പോൾ ഹൈറ്റ് ഓഫ് ഗവർണർ കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത്? സ്പീഡ് കൂടുമ്പോൾ ഹൈറ്റ് ഓഫ് ഗവർണർ കുറയും അല്ലെ. കാരണം എന്താ, സ്പീഡ് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ സ്ലീവ് മുകളിലോട്ട് വരും, ബോൾ മേളിലോട്ട് പോകും അല്ലെ, ഇങ്ങോട്ട് മാറും. ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, എച്ചിന്റെ വാല്യൂ കുറയും. എച്ചിന്റെ വാല്യൂ കുറയും. സോ സ്പീഡ് കൂടുമ്പോൾ എച്ചിന്റെ വാല്യൂ കുറയും, സ്പീഡ് കുറയുമ്പോൾ എച്ചിന്റെ വാല്യൂ കൂടുകയും ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, മാക്സിമം ആൻഡ് മിനിമം ഇക്വിലിബ്രിയം സ്പീഡ്. ഇക്വിലിബ്രിയം സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനൊരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു മാക്സിമം വാല്യൂ എത്ര വരെ പോകാം. ഓക്കെ, ആ ഇക്വിലിബ്രിയം സ്പീഡിന് പറയുന്ന പേരാണ് മാക്സിമം ഇക്വിലിബ്രിയം സ്പീഡ്. ഏറ്റവും എവിടെ കുറവ് എവിടെ വരെ പോകാം എന്നുള്ളത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് മിനിമം ഇക്വിലിബ്രിയം സ്പീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്ലീവ് ലിഫ്റ്റ്. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞു ഒരിടത്തുനിന്ന് സ്പീഡ് കൂട്ടുവാണ്. ഞാൻ ആദ്യമേ N1 സ്പീഡ് ആയിരുന്നു, അത് കൂട്ടി N2 സ്പീഡാക്കി. സ്പീഡ് N2 ആക്കിയപ്പോഴത്തേക്ക് N1 സ്പീഡിൽ എവിടെ ആയിരുന്നു സ്ലീവിന്റെ പൊസിഷൻ, അവിടുന്ന് എന്ത് ചെയ്യും, കുറച്ച് മുകളിലോട്ട് സ്ലീവ് പോകും അല്ലെ. സ്ലീവ് ഇത് എത്രത്തോളം മുകളിലേക്ക് പോയി, ഒരു സ്പീഡ് വേരിയേഷൻ ഉണ്ടായപ്പോൾ സ്ലീവ് എത്രത്തോളം മുകളിലേക്ക് പോയി എന്നുള്ളതിന് ആ ഹൈറ്റിനെയാണ് എന്ന് പറയുന്നത് സ്ലീവ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് മിനിമം സ്പീഡിൽ നിന്നും മാക്സിമം സ്പീഡിലേക്ക്, മിനിമം ഇക്വിലിബ്രിയം സ്പീഡിൽ നിന്നും മാക്സിമം ഇക്വിലിബ്രിയം സ്പീഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എത്രത്തോളം സ്ലീവിന് റൈസ് ഉണ്ടാകുന്നു അതിന് പറയുന്ന പേരാണ് എന്ത്, സ്ലീവ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. സ്ലീവിന്റെ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടേംസ് ഒക്കെ ഒന്ന് മനസ്സിൽ ഓർത്തിരുന്നോണം, കാരണം നമുക്ക് അടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് വേണ്ടി വരും. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഗവർണർ ആണ് വാട്ട് ഗവർണർ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഗവർണർ ആണ് വാട്ട് ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം വാട്ട് ഗവർണർ ആണ്. നമ്മൾ ഈ ഗവർണറിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരുന്നത്, കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ഇതാണ് സെന്റർ, പിവറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്. ഇങ്ങോട്ട് എന്ത് വരുന്നുണ്ട്, ഇവിടെ മാസ് വരുന്നുണ്ട്. ഈ മാസിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. താഴേക്ക് ആക്ട് ചെയ്യുന്ന ഒരു വെയിറ്റ് ഉണ്ട്, അതിന്റെ mg എന്ന് പറയുന്നത്. പിന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്, mr². പിന്നെ ഇവിടെ ടെൻഷൻ ഉണ്ട് അല്ലെ. ഈ ആമിനകത്ത്, ആ കണക്ട് ചെയ്തിരിക്കുന്ന ആമിനകത്ത് എന്ത് വരും, ടെൻഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ആമും അപ്പർ ആമും നമ്മുടെ വെർട്ടിക്കൽ ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഞാൻ തീറ്റ എന്നെടുക്കുകയാണ്. ഓക്കെ, ആംഗിൾ തീറ്റ. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഗവർണർ ആണ്. ഇനി നമുക്ക് ഈ വാട്ട് ഗവർണർ തന്നെ ഒരു 2-3 ടൈപ്പ് ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇത് സിമ്പിൾ വാട്ട് ഗവർണർ എന്ന് പറയും. ഇനി അതിന്റെ ഓപ്പൺ ആമും ക്രോസ്ഡ് ആമും ഉണ്ട്. ഓക്കെ, ഓപ്പൺ ആമും ക്രോസ്ഡ് ആമും. ഓക്കെ, സോ ഓപ്പൺ ആം എന്ന് പറയുന്നത് നോക്കി, ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസിൽ ഇത് പിവട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. ആം വന്നിട്ട് ഈ O എന്ന് പറയുന്ന പോയിന്റിൽ പിവട്ട് ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ആം എന്ന് പറഞ്ഞാൽ അങ്ങനെ പിവട്ട് ചെയ്യത്തില്ല. അനുവരം എന്ത് ചെയ്യും, ഇത് ഇവിടം വരെ വന്നിട്ട് E എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ഹൊറിസോണ്ടൽ ഫിക്സഡ് ലിങ്കിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, സോ ഒരു പിവട്ട് ചെയ്തേക്കും അല്ല, അത് ഇമാജിനറി പോയിന്റ് ആണ്. ഈ O എന്ന് പറയുന്നത് ഇതിനകത്ത് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഇമാജിനറി പോയിന്റ് ആണ്. സോ ഇവിടെ എന്ത് ചെയ്യും, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്യും. സോ ഇതിനെയാണെന്ന് പറയുന്നത് ഓപ്പൺ ആം വാട്ട് ഗവർണർ എന്ന് പറയുന്നത്. ഇനി ഈ മൂന്നാമത്തെ ഫിഗർ നോക്കിയേ, നമ്മൾ ആ പിവട്ടും കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. കുറച്ചുകൂടെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടുന്ന് എന്ത് ചെയ്യും, അതുപോലെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ഇങ്ങനെ ക്രോസ് ചെയ്തിരിക്കുന്നു, ആമിനെ എന്ത് ചെയ്തു, ക്രോസ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ഇവിടെ നമ്മൾ ഫിക്സഡ്, ഇവിടെ പിവട്ടൊന്നും ഇല്ലേ, ഇവിടെ പിവട്ട് ഇല്ല, ഇവിടെ ഫിക്സഡ് ലിങ്ക് കൊടുത്തിരിക്കുന്നു. EF എന്ന് പറയുന്ന ഫിക്സഡ് ലിങ്ക് കൊടുത്തിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോസ്ഡ് ആം ടൈപ്പ് വാട്ട് ഗവർണർ എന്ന് പറയുന്നത്. ക്രോസ്ഡ് ആം ടൈപ്പ് വാട്ട് ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. വാട്ട് ഗവർണറിനകത്തുനിന്ന് ചോദിക്കുന്ന സംഭവം ഇതൊന്നും അല്ല, വേറെ കാര്യങ്ങളാണ്, ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അറിഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, ഇത് അൺസ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് ആണ്. ഈ വാട്ട് ഗവർണർ എന്ന് പറയുന്നത് ചെറിയ സ്പീഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ താഴെ ഞാനൊരു ടേബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വാല്യൂസ് ഒന്നും കണ്ടുപിടിക്കുന്നുള്ളതല്ലേ. RPM എച്ചും തമ്മിലുള്ള റിലേഷൻ കൊടുത്തി. എച്ച് എന്ന് പറയുന്നത് എന്താണ്, ഹൈറ്റ് ആണ്. ഓക്കെ, സോ എച്ച് എന്ന് പറയുന്നത് എന്താ, ഹൈറ്റ്. ഈ ബോൾ നിങ്ങൾ മേലോട്ട് വന്ന് എച്ചിനനുസരിച്ചിട്ട് എന്തായിരിക്കും, നമ്മുടെ സ്ലീവ് ലിഫ്റ്റും അതിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ബോൾ മേളിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ സ്ലീവ് മുകളിലോട്ട് പോകുന്നത്. സോ ഈ എച്ച് എന്ന് പറയുന്നതും സ്ലീവ് ലിഫ്റ്റ് എന്ന് പറയുന്നതും കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും വേരി ചെയ്യുന്നത്. ഇനി നിങ്ങളൊന്ന് നോക്കി, ഇവിടെ ഈ N ആദ്യമേ 50 RPM ആയിരുന്നപ്പോൾ ചെറിയൊരു സ്പീഡ് ആയിരുന്നപ്പോൾ എച്ച് എത്ര വരുന്നത്, 358 വന്നിട്ടുണ്ട്. ഞാൻ ആ സ്പീഡ് ഡബിൾ ചെയ്തു, 100 ആക്കി. സ്പീഡ് ഡബിൾ ചെയ്ത് 100 ആക്കിയപ്പോഴത്തേക്ക് എന്തായി, 89.5 മാറി. ഓക്കെ, സോ നല്ലൊരു വേരിയേഷൻ ഉണ്ട്. 89.5 എന്ന് പറയുന്ന നല്ലൊരു വേരിയേഷൻ ഇൻ MM-ലാണ്. ഓക്കെ, ഇനി ഞാൻ 100 150 ആക്കുന്നു. 100 150 ആക്കിയപ്പോൾ 39.8 വരുന്നു. 200 ആക്കിയപ്പോൾ 22.4 വരുന്നു. 300 9.9, 400 5.6. ആ സ്പീഡ് കൂടുമ്പോഴത്തേക്ക് 300 to 400 എത്തുമ്പോഴത്തേക്ക് നോക്കിയേ, 9.9 നിന്ന് 5.6, ആ വേരിയേഷൻ എന്ന് പറയുന്നത് 9.9 നിന്ന് 5.6.
ചെറിയ വേരിയേഷനേ വരുന്നുള്ളൂ MM-ൽ. അപ്പൊ നമുക്കത് കൺട്രോളിങ് എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഈ ചെറിയ വേരിയേഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കൺട്രോളിങ് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് നല്ലൊരു വേരിയേഷൻ വരുവാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ത്രോട്ടിൽ വാൽവിനെ അതിനനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇനി 400-ൽ നിന്ന് 500-ലേക്ക് ആക്കുവാണെന്ന് വെച്ചു, 500-ലേക്ക് ആക്കുമ്പോൾ ഈ 5.6 ചിലപ്പം 5.3 വല്ല ആകത്തുള്ളൂ. ചെറിയ വേരിയേഷനേ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ചെറിയ വേരിയേഷൻ അല്ല, സ്ലീവ് ലിഫ്റ്റ് അല്ലെങ്കിൽ ആ ഹൈറ്റിന് നല്ലൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ത്രോട്ടിൽ വാൽവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ദിസ് ഈസ് അൺസ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ്. ആ പോയിന്റ് ഒന്ന് ഓർത്തിരുന്നോണം. വാട്ട് ഗവർണർ ഈസ് അൺസ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ്. ഇനി ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള സംഭവം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ഇതിനകത്തുനിന്ന് വരുന്ന ഇക്വേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വാട്ട് ഗവർണറിന്റെ ഇക്വേഷൻ. ഇക്വേഷൻ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത്തത് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു R⍵² ഡിവൈഡഡ് ബൈ G. എങ്ങനെയാണ് ശരി വരുന്നതെന്ന് പറഞ്ഞേക്കാം, ആ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയത് ഇത് T ആണ്, ഈ ആംഗിൾ തീറ്റയാണ്. ഓക്കെ, സോ മുകളിലേക്കുള്ള ഇതെന്തായിരിക്കും, T കോസ് തീറ്റ ആയിരിക്കുമല്ലോ. അതുപോലെ ഇങ്ങോട്ട് വരുന്നത് എന്തായിരിക്കും, T സൈൻ തീറ്റ ആയിരിക്കും അല്ലേ. സോ ഈ ഒരു പർട്ടിക്കുലർ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇത് മിനിമം സ്പീഡോ മാക്സിമം സ്പീഡോ ഒന്നും അല്ല, ഏതോ ഒരു ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു ഇക്വിലിബ്രിയം സ്പീഡാണ്. ഈ ഇക്വിലിബ്രിയം സ്പീഡിൽ വെച്ചിട്ട് MG-യെ ബാലൻസ് ചെയ്യുന്നത് എന്താണ്, MG-യെ ബാലൻസ് ചെയ്യുന്നത്, താഴോട്ട് വരുന്ന MG-യെ ബാലൻസ് ചെയ്യുന്നത് എന്താണ്, പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞു. T cos θ. മുകളിലോട്ട് പോകുന്ന T cos θ ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്കുള്ള അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള MR⍵²നെ ബാലൻസ് ചെയ്യുന്നത് എന്താണ്, T sin θ. ഓക്കെ, സോ MG ഈസ് ഈക്വൽ ടു T cos θ. സി ഇത് 1 ഇത് 2. നിങ്ങൾ ഈ 1/2 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാൻ തീറ്റ കിട്ടുമല്ലോ. ടാൻ തീറ്റ സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ. ടീം ക്യാൻസൽ ആയി പോകും. ബാക്കി സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലെ എന്തായിരിക്കും, എമ്മും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉള്ളത്, R⍵² ഡിവൈഡ് ബൈ G. കറക്റ്റ് അല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എമ്മും പോകും, പിന്നെ ഇവിടെ R⍵², ഇപ്പുറ സൈഡിൽ G. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇക്വേഷൻ മാത്രം എഴുതുവാണേ, ഡെറിവേഷൻ ഒന്നും വേണ്ട. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു R⍵² ഡിവൈഡ് ബൈ G. ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നു. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു R⍵² ഡിവൈഡ് ബൈ G. ഇനി ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇനി വരാൻ പോകുന്നത്, n². നമ്മുടെ സ്പീഡും എച്ചും തമ്മിലുള്ള റിലേഷൻ. സ്പീഡും എച്ചും തമ്മിലുള്ള, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, n² ഈസ് ഈക്വൽ ടു 895. ഡെറിവേഷൻ ഒന്നും വേണ്ടേ, 895 ഡിവൈഡ് ബൈ H. ഡെറിവേഷൻ പഠിക്കണം എന്നുള്ളത് തിയറി ഓഫ് മെഷീൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതിനകത്തുണ്ട് രത്തന്റെയോ അല്ലെങ്കിൽ കുറുമിയുടെയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂ അതൊന്നും വേണ്ട, ഡെറിവേഷൻ ഒന്നും വേണ്ട. ഇക്വേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. n² ഈസ് ഈക്വൽ ടു 895 ഡിവൈഡ് ബൈ H. ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇൻ മില്ലിമീറ്ററിലാണ്. ഇൻ മില്ലിമീറ്റർ, മീറ്ററിലല്ല കൊടുക്കേണ്ടത്. എച്ചിന്റെ വാല്യൂ ഇൻ മില്ലിമീറ്ററിലാണ് കൊടുക്കേണ്ടത്. മീറ്ററിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകും. ഓക്കെ, സോ ഇതിനകത്ത് നിന്ന് ചോദിക്കാം, ഒന്ന് ഡയറക്റ്റ് ഇക്വേഷൻ ചോദിക്കാറുണ്ട്, എന്നും എച്ചും തമ്മിലുള്ള റിലേഷൻ വാട്ട് ഗവർണറിന്റെ n² ഇത് വെച്ച് ചോദിക്കാറുണ്ട്. ഇനി സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാം, എച്ചിന്റെ വാല്യൂ തന്നിട്ട് n കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എന്നിന്റെ വാല്യൂ തന്നിട്ട് H കണ്ടുപിടിക്കാനോ ഒക്കെയുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ n ഡബിൾ ആവുമ്പോഴത്തേക്ക് എച്ചിന് എന്ത് വേരിയേഷൻ വരും? എച്ചിന് എന്ത് വേരിയേഷൻ വരും n ഡബിൾ ആവുമ്പോൾ? ഹാഫ് ആവോ അതോ 1/4 ആവോ? 1/4. നോക്കിയത് എച്ച് തിരിച്ചങ്ങോട്ട് ഇടുവാന്ന്, H ഈസ് പ്രൊപ്പോർഷണൽ ടു 1/n² എന്നല്ലേ? H പ്രൊപ്പോർഷണൽ ടു 1/n². സോ n ഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ 2n², അതായത് 1/4 ആവും അല്ലെ? 1/4 ആവും. സോ അങ്ങനെയുള്ള പ്രൊപ്പോർഷണലിറ്റി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ എനിവേ ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരുന്നോണം. ഞാൻ സ്ലൈഡിനകത്ത് എഴുതിയിട്ടുള്ള സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, നോട്ട് ചെയ്യുന്നുള്ളവർ ഇപ്പോൾ നോട്ട് ചെയ്തു. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു R⍵² ബൈ G യും n² ഈസ് ഈക്വൽ ടു 895 ഡിവൈഡ് ബൈ H. ഈ രണ്ട് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വാട്ട് ഗവർണറിനകത്തുനിന്ന്. ഓക്കെ, അടുത്ത ഗവർണറിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തതാണ് പോർട്ടർ ഗവർണർ. ശരിക്കും ഇതെല്ലാം കണക്റ്റഡ് ആണ്. പോർട്ടർ ഗവർണർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മോഡിഫിക്കേഷൻ വരുത്തുന്നതിനാണ്. നമ്മുടെ വാട്ട് ഗവർണറിന് ചെറിയൊരു മോഡിഫിക്കേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മോഡിഫിക്കേഷൻ വരുത്തുന്നത് വെച്ചാൽ നമുക്കത് മനസ്സിലായിരുന്നു, ഇത് ഹൈ സ്പീഡിൽ അത്ര സ്റ്റേബിൾ അല്ല എന്നുള്ള കാര്യം അല്ലേ. നമുക്ക് അത്ര നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് എന്ന് പറഞ്ഞിരുന്നു വാട്ട് ഗവർണർ. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, പോർട്ടർ ഗവർണർ എന്ന് പറയുന്ന സാധനം. ഒന്നുമില്ല, വാട്ട് ഗവർണറിന്റെ സ്ലീവിന് നമ്മൾ ശരിക്കും അസ്യൂം ചെയ്തിരുന്നത് സ്ലീവ് ഈസ് വെയിറ്റ്ലെസ് എന്ന. സ്ലീവിന്റെ വെയിറ്റ് നമ്മൾ അവിടെ എഫക്റ്റ് ഇല്ല, അല്ലെങ്കിൽ സ്ലീവിന്റെ വെയിറ്റ് നെഗ്ലക്ട് ചെയ്യുന്നു എന്നാണ് എടുത്തിരുന്നത്. പക്ഷെ ഇനി സ്ലീവിന്റെ പുറത്ത് നല്ലൊരു വെയിറ്റ് കൂടെ എടുത്ത് വെക്കുന്നു. ഓക്കെ, ക്യാപിറ്റൽ M മാസമുള്ള ഒരു വെയിറ്റ് എടുത്ത് അവിടെ വെക്കുകയാണ്. അതിന് പറയുന്ന പേരാണെന്ത്, പോർട്ടർ ഗവർണർ. അതിന് പറയുന്ന പേരാണെന്ത്,
പോർട്ടർ ഗവർണർ. ഇനി അന്നേരം നമുക്ക് സ്ലീവിന്റെ വെയിറ്റ് ഒന്നും നെഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ എം മാസ് ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഒരു വലിയ മാസ് എടുത്ത് വെച്ചേക്കുന്നുണ്ടോ, എം മാസ് ഉള്ള സ്ലീവിന്റെ മാസ് എം ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആ സ്ലീവ് മൂവ് ചെയ്യുന്ന ഇപ്പം കൺസിഡർ ചെയ്യണം. നേരത്തെ നമുക്ക് സ്ലീവ് മൂവ് ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റ് ഒന്നും കൺസിഡർ ചെയ്യണ്ടായിരുന്നു. പക്ഷെ ഇനി എന്ത് ചെയ്യണം, സ്ലീവ് മൂവ് ചെയ്യുമ്പോൾ എഫക്റ്റ് കൺസിഡർ ചെയ്യണം. സ്ലീവിന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും. എത്ര ആയിരിക്കും, എം ജി ആയിരിക്കും. നമ്മൾ ഒരു സൈഡിലെ മാത്രം എടുത്തോണ്ട്, ഈ ലെഫ്റ്റ് സൈഡിലെ മാത്രം എടുത്തിട്ട് ബാലൻസിങ് ചെയ്യുവാണെങ്കിൽ നോക്കാം നമുക്ക്. ഇവിടെ ടി വരുന്നുണ്ട്, അത് നേരത്തെ കൂട്ട് തന്നെ ടി കോസ് തീറ്റ ടി സൈൻ തീറ്റ എന്നൊക്കെ വരും. ബോളിന്റെ മാസ് എം ജി താഴോട്ട്, ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് എം ആർ ഒമേഗ സ്ക്വയർ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ആ സ്ലീവിന്റെ മാസ് ഉണ്ടായിരുന്നല്ലോ, സ്ലീവിന്റെ മാസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള മാസിനെ അത് ബാലൻസ് ചെയ്യണം, റൈറ്റ് സൈഡിലുള്ള ബാലൻസിനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, മാസിനെയും ബാലൻസ് ചെയ്യണം. സോ ലെഫ്റ്റ് സൈഡിൽ എം ജി ബൈ 2 ആയിരിക്കും വരുന്നത്, എം ജി ബൈ 2. ഓക്കെ, ടോട്ടൽ വെയിറ്റിന്റെ ബൈ 2 ആയിരിക്കും വരുന്നത്. ഇനി ഈ എം ജി ബൈ 2 മാത്രമല്ല, അവിടെ വേറൊരു സംഭവം കൂടെ വരുന്നുണ്ട്. എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് നെഗ്ലക്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കേസിൽ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഈ സ്ലീവ് എവിടെ ഫ്രിക്ഷൻ വരുന്നത്, സ്ലീവ് ഷാഫ്റ്റിനകത്തോട്ട് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യല്ലേ. സോ ഡെഫിനറ്റ്ലി അവിടെ എന്തുണ്ടാവും, ഫ്രിക്ഷൻ ഉണ്ടാവും. സോ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ഷൻ, മൂവ് ചെയ്യുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു സാധനം ഇങ്ങനെ മൂവ് ചെയ്യാണ്, ഇങ്ങോട്ട് മൂവ് ചെയ്യുക, അന്നേരം ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലേ. സോ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്ലീവ്, ഇവിടെ ഉള്ള സ്ലീവ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, താഴേക്കായിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് താഴേക്കായിരിക്കും. അന്നേരം നമുക്ക് ടോട്ടൽ വെയിറ്റ് താഴോട്ട് എത്ര വരും, എം ജിയുടെ കൂടെ പ്ലസ് എഫ് കൂടെ വരും. എം ജി പ്ലസ് എഫ് ആയിരിക്കും താഴോട്ട് വരുന്നത്. അതിന്റെ ബൈ 2 ആയിരിക്കും എന്ത്, ഒരു സൈഡിൽ വരുന്നത്. അതാണ് ഇവിടെ എം ജി പ്ലസ് ഓർ മൈനസ് കൊടുത്തിരിക്കുന്നത്. ഇനി മൈനസ് വരുന്ന എപ്പോഴാ, സ്ലീവ് താഴോട്ട് വരുവാണെന്ന് വെച്ചോ, സ്പീഡ് കുറഞ്ഞിട്ട് സ്ലീവ് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലേക്കായിരിക്കും. അന്നേരം നെറ്റ് അവിടുത്തെ ഫോഴ്സ് എന്തായിരിക്കും, എം ജി താഴോട്ടുണ്ട് ഓൾറെഡി, അതിന് മേളിലോട്ട് എന്ത് വരുന്നുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. സോ എം ജി മൈനസ് എഫ് ആയിരിക്കും വരുന്നത്. ഒരു സൈഡിലെ മാത്രം എടുക്കണമെങ്കിൽ എം ജി മൈനസ് എഫ് ബൈ 2 ആയിരിക്കും വരുന്നത്. അതിന്റെ രണ്ടിനെയും കൂടെ ചേർത്തിട്ടാണ് ഇത് ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്, എം ജി പ്ലസ് ഓർ മൈനസ് എഫ് ബൈ 2 എന്ന് കൊടുത്തിരിക്കുന്നത്. എം ജി പ്ലസ് ഓർ മൈനസ് എഫ് ബൈ 2. പ്ലസ് വരുന്നത് എപ്പോഴാണ്, സ്ലീവ് എപ്പോഴാണ് പ്ലസ് വരുന്നത്, മുകളിലോട്ട് പോകുമ്പോഴാണോ താഴോട്ട് വരുമ്പോഴാണോ, പറഞ്ഞോ. എഫ് പ്ലസ് വരുന്നത് എപ്പോഴാണ്, പ്ലസ് എഫ് വരുന്നത് സ്ലീവ് മുകളിലോട്ട് പോകുമ്പോഴാണോ താഴോട്ട് വരുമ്പോഴാണോ, മുകളിലോട്ട് പോകുമ്പോൾ. സ്ലീവ് മുകളിലോട്ട് പോകുമ്പോൾ എഫ് താഴേക്ക് വരും. സോ പ്ലസ് എഫ് ആണ്. ഓക്കെ, സ്ലീവ് താഴേക്ക് വരുവാണെങ്കിൽ എഫ് മുകളിലോട്ടായിരിക്കും, അപ്പോൾ മൈനസ് എഫ് വരും. സോ പ്ലസ് ഓർ മൈനസ് എഫ്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് നോക്കിയേ. If sleeve of a watt governor is loaded with a heavy mass, it is known as Porter governor. Okay, then the force of friction is always acts opposite to the motion. അത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് അതിന്റെ ഇക്വേഷൻ ആണ്. ഒരു ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, എന്നാലും ചോദിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നോക്കാം നമുക്ക്. n square is equal to 895 divided by h. നേരത്തെ ഉണ്ടായിരുന്ന സംഭവം അതുപോലെ ഉണ്ട്, പുതുതായിട്ട് കുറെ സംഭവങ്ങൾ വരും. അതാണ് നമുക്ക് അറിയേണ്ടത്. 2mg plus mg plus or minus f into 1 plus k the whole divided by 2mg bracket close. Okay, so എനിക്ക് കാണാമെന്ന് അറിയത്തില്ല, ഞാൻ എഴുതി വെച്ചിരുന്ന നോക്കി എഴുതിയാണ്. സോ ഇക്വേഷൻ ഓർത്തിരുന്നോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പം. പക്ഷെ നമുക്ക് ഇതിനകത്തേക്ക് ഈ ഇക്വേഷനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം വേറെ ഉണ്ട്. അതിനകത്ത് കെ എന്തുവാന്ന് പറഞ്ഞില്ലല്ലോ, ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട് അല്ലെ. കെ എന്തുവാ നമ്മൾ പറഞ്ഞിട്ടില്ല. കെ എന്ന് പറയുന്നത് ഒന്നുമില്ല, കെ ഇസ് ഇക്വൽ ടു ടാൻ ബീറ്റ ഡിവൈഡ് ബൈ ടാൻ തീറ്റ ആണ്. ബീറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ബീറ്റ നോക്കിയേ, എന്താണ് ബീറ്റ, നമ്മുടെ എം ജിയും താഴോട്ട് ആക്ട് ചെയ്യുന്ന എം ജിയും ആ ലോവർ ലെഗും, താഴോട്ട് ആക്ട് ചെയ്യുന്ന ആമെന്നോ ലോവർ ആമെന്നോ അല്ലെങ്കിൽ ലെഗ് എന്ന് പറയാം, അത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്, ബീറ്റ എന്ന് പറയുന്നത്. തീറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അപ്പർ ആമും വെർട്ടിക്കലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരുന്നു എന്ത്, തീറ്റ എന്ന് പറയുന്നത്. ഇവിടെ ആ എം ജിയുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വെർട്ടിക്കലും ലോവർ ആമും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്, ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ലോവർ ആമും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതിന്റെ ടാനിന്റെ റേഷ്യോ ആണ്. ടാൻ ബീറ്റ ഡിവൈഡ് ബൈ ടാൻ തീറ്റ ആണ് എന്ത്, കെ എന്ന് പറയുന്നത്. അതിന് പ്രത്യേക പേരൊന്നുമില്ല, കെ ഒരു കോൺസ്റ്റന്റ് കെ, ടാൻ ബീറ്റ ഡിവൈഡ് ബൈ ടാൻ തീറ്റ. ശരിക്കും അത് ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് വരുമ്പോൾ ടാൻ ബീറ്റ ബൈ ടാൻ തീറ്റ എന്ന് പറയുന്ന ഒരു ടേം വരും. അതിന് പകരം നമ്മൾ കെ എന്ന് കൊടുക്കുന്നതാണ്, ആ ഇക്വേഷൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നോക്കിയേ, ഈ കെയുടെ വാല്യൂ 1 ആവണമെങ്കിൽ ഒരൊറ്റ കാര്യം എന്നാൽ മതി,
നമ്മുടെ ഈ അപ്പർ ആമിന്റെ ലെങ്ത് ഇവിടെ കാണിക്കുക, ഈ അപ്പർ ആമിന്റെ ലെങ്തും ലോവർ ആമിന്റെ ലെങ്തും ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, എ ഒ ഈക്വൽ ടു എ ബി ആണെങ്കിൽ കെയുടെ വാല്യൂ എന്തായിട്ട് വരും? 1 ആയിട്ട് വരും. അപ്പർ ആമിന്റെ ലെങ്തും ലോവർ ആമിന്റെ ലെങ്തും ഈക്വൽ ആണെങ്കിൽ കെ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, സോ K1 നമ്മൾ അസ്യൂം ചെയ്യാണ് കെയുടെ വാല്യൂ 1 ആണെന്ന്. കെയുടെ വാല്യൂ 1 ആവുകയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യുന്നത്? ഈ 1 പ്ലസ് കെ എന്നുള്ളടത്ത് 1 ഇട്ട് കൊടുക്കുക. സോ 1 പ്ലസ് 1 2 വരും. സോ 2 വന്നു കഴിഞ്ഞാൽ ഇവിടെ 2mg എന്നുള്ളൊരു 2 എടുക്കാം, ഇവിടുത്തെ ഒരു 2 എടുക്കാം, 2ഉം താഴത്തെ ഒരു 2 ആയിട്ട് ക്യാൻസൽ ചെയ്യും. നിങ്ങൾക്ക് ആ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, ഞാൻ ഒന്നും എഴുതുന്നില്ല. കെ വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, എഴുതണോ? അങ്ങ് എഴുതിയേക്കുന്ന K1 വരുമ്പോഴത്തേക്ക് n² ഈസ് ഈക്വൽ ടു 895 ഡിവൈഡ് ബൈ h. 2 എല്ലായിടത്തുനിന്നും ക്യാൻസൽ ആയി, ബാക്കി mg പ്ലസ് ഓർ മൈനസ് എഫ് ഡിവൈഡ് ബൈ mg. ഇതായിരിക്കും എന്ത്? K1 ആകുമ്പോൾ ഇക്വേഷൻ. ഓക്കെ, ഇനി നോക്കിയേ, K1 ആണ്, അതിന്റെ കൂടെ ഫ്രിക്ഷൻ ഇല്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് നെഗ്ലക്ട് ചെയ്യുക. ഫ്രിക്ഷണൽ ഫോഴ്സ് നെഗ്ലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് ടേം 0 ആയി പോകും? ഏതാ 0 ആവുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് 0. അതെ, എഫ് എന്താവും? 0 ആവും. എഫ് ഈക്വൽ ടു 0. ഈ രണ്ട് കണ്ടീഷനോടെ കൊടുക്കുവാണെങ്കിൽ, ഓക്കെ, ഈ രണ്ട് കണ്ടീഷനോടെ കൊടുക്കുവാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ ഒന്ന് മോഡിഫൈ ചെയ്ത് നോക്കിയേ. സോ n² ഈസ് ഈക്വൽ ടു 895 ഡിവൈഡ് ബൈ h അവിടെ കിടക്കട്ടെ ഇൻറ്റു ഇതിനകത്തോട്ട് കൊടുത്താൽ മതി. നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനകത്തോട്ട് കൊടുത്താൽ മതി എഫ് അല്ലേ, കാരണം കെ ഓൾറെഡി 1 ആകുമ്പോൾ എഴുതി നമ്മൾ. സോ mg പ്ലസ് ഈ ടേം 0 ആയി പോകും. സോ mg പ്ലസ് ക്യാപിറ്റൽ mg ഡിവൈഡ് ബൈ സ്മോൾ mg. ജി എല്ലാം അങ്ങോട്ട് ക്യാൻസൽ ചെയ്തേ, ജി എല്ലാം അങ്ങോട്ട് ക്യാൻസൽ ചെയ്താൽ ബാക്കി ഇക്വേഷൻ എന്ത് വരും? n² ഈസ് ഈക്വൽ ടു 895 ഡിവൈഡ് ബൈ h എം പ്ലസ് ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ എം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്, ഈ ലാസ്റ്റ് എഴുതിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. n² ഈസ് ഈക്വൽ ടു 895 ഡിവൈഡ് ബൈ h ഇൻറ്റു എം പ്ലസ് എം ഡിവൈഡ് ബൈ എം. ഓക്കെ, എം പ്ലസ് എമ്മിനകത്ത് ഒന്ന് സ്മോൾ എം നമ്മുടെ ബോളിന്റെ മാസ്, ക്യാപിറ്റൽ എം സ്ലീവിന്റെ മാസ്. ഓക്കെ, ഓർത്തിരുന്നോണം. n² ഈസ് ഈക്വൽ ടു 895 h. അത് നേരത്തെ ഉണ്ടായിരുന്നു, വാട്ട് ഗവർണറിന്റെ ഇക്വേഷന്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു സംഭവം കൂടെ വന്നതേ ഉള്ളൂ. എന്താണ്? എം പ്ലസ് എം ഡിവൈഡ് ബൈ എം. ഓക്കെ, അന്ന് നോട്ട് ചെയ്തോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, പോർട്ടർ ഗവർണറിന്റെ വലിയ ഇക്വേഷൻ. എഴുതിയെടുക്കാനുള്ളവർ എഴുതിയെടുത്തു വിചാരിക്കുന്നു. എഴുതിയെടുക്കണോ? സമയം വേണോ? കെയുടെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം ഈ ആംഗിളും ഈക്വൽ ആയി വരണ്ടേ? സ്ലീവിന്റെ ലെങ്ത് അല്ലാതെ എ ഈക്വൽ ടു എ ബി അല്ലാതെ ആംഗിൾ അല്ലേ ഈക്വൽ ആയി വരേണ്ടത്? ആംഗിൾ ഈക്വൽ ആവുമല്ലോ, ഇതിന്റെ ലെങ്ത് ഈക്വൽ ആവുമ്പോൾ. ലെങ്ത് ഈക്വൽ ആകുമ്പോൾ ആംഗിൾ ഈക്വൽ ആവും. അതെ, ആംഗിൾ ഈക്വൽ ആവും, ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവും. ഇത് നോക്കി, നമുക്ക് രണ്ട് ഒരേ ലെങ്ത് ഉള്ള രണ്ട് സാധനം ഇങ്ങനെ കൊടുക്കുന്നത്, അന്നേരം ഇത് രണ്ടും എന്തായിരിക്കും? ഡെഫിനറ്റ്ലി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, ഒരേ ലെങ്ത് ആണെങ്കിൽ. ആംഗിൾ സ്പെസിഫൈ ചെയ്യേണ്ട, ലെങ്ത് ആണ് സ്പെസിഫൈ ചെയ്ത് പറയേണ്ടത്. ഓക്കെ, അതെ അതെ, ഓട്ടോമാറ്റിക്. ശരിക്കും ക്വസ്റ്റിനകത്തൊക്കെ നമ്മൾ ഇതിന്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത്, നമ്മൾ ബിടെക്കിലോ എല്ലാം ഇതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയുന്നത് ഒരു പോർട്ടർ ഗവർണർ വിത്ത് ഈക്വൽ ആം ലെങ്ത് എന്ന് പറയും. ഈക്വൽ ആം ലെങ്തിൽ നമുക്ക് മനസ്സിലാവേണ്ടത് തീറ്റയും ബീറ്റയും ഈക്വൽ ആണ്, അതുകൊണ്ട് K1 ആണെന്നാണ് അതിന്റെ ഇൻഡയറക്ട് മീനിങ്. സോ അതിനകത്ത് നമുക്ക് തീറ്റ ബീറ്റ ഈസ് ഈക്വൽ ടു സെയിം എന്നൊന്നും തരത്തില്ല, അതിന് വേറെ എന്ത് തരും? ഇൻഡയറക്റ്റ് ആയിട്ട് ആം ലെങ്ത് ഈക്വൽ ആണെന്ന് വരും. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? K1 ആണെന്നുള്ള കാര്യം തന്നെയാണ്. I hope it is clear. Clear അല്ലേ? ഓക്കെ. സോ എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു.